ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും. നമ്മളിതാ ഈ കാണുന്ന ഇത്ര സാധനം കൊണ്ട് നമുക്ക് അടിപൊളി ഒരു രസം വയ്ക്കാം, സൂപ്പറായിട്ട്. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഉള്ളി 3-4 കറിവേപ്പില, വറ്റൽമുളക്, 1 ബോള് പുളി, എണ്ണ, കടുക്, ഇത്ര സാധനം മാത്രം വെച്ചിട്ടാണ് നമ്മൾ രസം ഉണ്ടാക്കുന്നത്. പഴയ കാലത്ത് അമ്മ ഉണ്ടാക്കി തരുന്ന സൂപ്പർ രസമാണ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇതെല്ലാം അരിഞ്ഞു വെച്ചു. ഉള്ളി അരിഞ്ഞു, മുളക് ഇത് കണക്ക് അരിഞ്ഞിട്ട്, പുളി 1 ബൗൾ പുളിയിലെ അത് വെള്ളത്തിലിട്ട് നല്ല ഞവടി വെക്കണം. എന്നിട്ട് ചീനിച്ചട്ടി അടുപ്പിൽ വെക്കുന്നു. ചീനിച്ചട്ടി ചൂടാവുമ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. എൻ്റെ ചീനിച്ചട്ടിയുടെ അകം വെച്ച് കറുത്തിരിക്കട്ടോ, സാരമില്ല. അപ്പോൾ നമ്മൾ ഇത്ര എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്താ ഇടുന്നത്, അതിലേക്ക് എണ്ണ ചൂടാവുമ്പോഴത്തേക്കും എണ്ണ ചൂടായി വന്നിട്ട് അതിനകത്ത് നമ്മൾ 1 സ്പൂൺ കടുകിട്ട് കൊടുക്കുക. 1 സ്പൂൺ കടുക് അത് പൊട്ടി വരുമ്പോഴത്തേക്ക് അടിപൊളി ടേസ്റ്റ് കേട്ടോ, അടിപൊളിയാണ്. നമ്മൾ മോര് കറി, സാമ്പാർ ഒഴിക്കാൻ ഇങ്ങനെ വെച്ച് മടുത്തിട്ടുണ്ട്. ഇതൊരു സിമ്പിളി ഹംപിളിയാണ് കേട്ടോ, നല്ലൊരു രസമാണ്. ഒന്നുമില്ലല്ലോ, ഒരു സാധനവും ഇല്ല വേറെ, ഇത്ര മാത്രമല്ലേ ഉള്ളൂ. എൻ്റെ അമ്മ പണ്ട് ഞങ്ങളുടെ വീട്ടിൽ പിന്നെ ഒന്നുമൊക്കെ ഇല്ലാത്ത സമയത്തൊക്കെ പെട്ടെന്നൊരു കറി വെക്കുന്നത് ഇങ്ങനെയാണ്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മളതിനകത്ത് വറ്റൽമുളക്, കറിവേപ്പില ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കണം. തീ കുറച്ച് വെച്ചിട്ട് അതിങ്ങനെ വറുക്കണം. ഓക്കേ, ഇതേ ഇതിങ്ങനെ ഏകദേശം വറന്ന് ഇതായിട്ട് വരുന്നുണ്ട്, മൂത്ത് വരുന്നുണ്ട്. നല്ലോണം ഇച്ചിരി ചുമക്കട്ടെ, ശകലം കൂടി എന്നാവട്ടെ. ആകുമ്പോഴത്തേക്ക് ഫ്ലെയിം എപ്പോഴും കുറച്ച് വയ്ക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് വേറെ പണിയൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് ഈ പുളിവെള്ളം അങ്ങോട്ട് നമ്മൾ അരിച്ച് റെഡിയാക്കി വെച്ചേക്കുന്ന പുളിവെള്ളം ഇതിൻ്റെ അകത്തോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് പുളി കുറവ് വേണ്ടവർക്കാണെങ്കിൽ ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. ഒഴിച്ചിട്ട് എന്താ ചെയ്യുക, നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇടുക. ഉപ്പ് കൂടി ഇട്ടിട്ട് എങ്ങനെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. എന്താ നല്ല രസമാണ്. ഈ ചോറിനകത്ത് ഒഴിച്ചിട്ട് നമുക്ക് തിന്നാനും നനയ്ക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. ഇതിൻ്റെ കൂടെ ചമ്മന്തിയോ കരുവാടോ ഒക്കെ ആണെങ്കിൽ പോലും പണ്ടൊക്കെ അമ്മ അങ്ങനെ ആയിരുന്നു തരുന്നത്. ചമ്മന്തിയോ വല്ലപ്പുളി പുളിമുളകോ ഞെവിടുന്നൊക്കെ പറയത്തില്ലേ, അതൊക്കെ കൂട്ടിയിട്ടാണ് നമുക്ക് ചോറ് തന്നുകൊണ്ടിരുന്നത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, സൂപ്പറാണ്. ചോറിനകത്ത് ഒഴിച്ച് തിന്നാൻ സിമ്പിളായിട്ട് വെക്കാൻ പറ്റത്തില്ലേ. ഇച്ചിരി ഉള്ളിയും അരിയുന്ന പാട് മാത്രമേ ഉള്ളൂ. എണ്ണയിൽ കടുക് വറുക്കുക, അതിനകത്ത് പുളി പിഴിഞ്ഞൊഴിക്കുക, ഉപ്പ് ഇടുക, എടുക്കുക. വേഗം ആവുന്ന ഒരു കറിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇങ്ങനെ. ഓക്കെ, എന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ്, അതുകൊണ്ട് എനിക്ക് ഒരുപാടൊന്നും ഇങ്ങനെ പറയാനൊന്നും അറിയത്തില്ല. അതുകൊണ്ട് വീഡിയോ എടുക്കാനും ആരുമില്ല. അപ്പോൾ തനിയെ ഇങ്ങനെ ചെയ്യുന്നത് ഒന്ന് ഇടാമെന്ന് ചോദിച്ചു. ഇതെന്തായാലും ഒരു വെറൈറ്റിയാണ്. ഓക്കെ, കഴിച്ച് നോക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബായ് എല്ലാവർക്കും.